ലക്ഷ്മി ചേച്ചിയായിട്ട്. സംഗതി വർക്കൗട്ടായി. പെട്ടെന്ന് കിട്ടിയ സൗഭാഗ്യത്തിൽ ഞാൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് എനിക്കിപ്പോഴാ മനസ്സിലാവുന്നത്. അച്ഛനെ, അമ്മയെ, നിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ അനുഭവിപ്പിച്ചു. എനിക്കറിയാം അതിന്റെയൊക്കെ ശാപം എന്നെ വേട്ടയാടും എന്തായാലും. അതൊക്കെ അനുഭവിക്കാൻ ഞാനും തയ്യാറാ. പെറ്റമ്മയുടെ ശാപം എന്റെ പണം കൊണ്ട് നികത്താൻ പറ്റുന്നല്ലോ. അത് ഞാൻ അനുഭവിച്ചേ മതിയാവും മോളെ. നീ അമ്മയോട് പറയണം, ഞാൻ നേരിട്ട് വന്ന് കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ടെന്ന്. നിന്നോടും ചേച്ചി ഒരുപാട് തെറ്റ് ചെയ്തു. മോൾ അതൊക്കെ മറക്കണം. ചേച്ചി എന്തായി പറയുന്ന? ഞാനിതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. എനിക്കറിയായിരുന്നു എപ്പോഴെങ്കിലും എനിക്ക് എന്റെ പഴയ ചേച്ചിയെ തിരിച്ചു കിട്ടുമെന്ന്. മോളെ, അമ്മയ്ക്കും ഇതറിയുമ്പോ സന്തോഷാവും. അപ്പൊന്നും ചേച്ചി പറയണ്ട, നമ്മുടെ അമ്മയല്ലേ, അമ്മ ക്ഷമിച്ചോളും. എനിക്കിപ്പോഴാ സമാധാനായത്. അച്ഛൻ എന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞു. നീയും അമ്മയും എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തില് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പത് മാറി. മോൾക്കും അമ്മയ്ക്കും അച്ഛനും ഒരു കുറവുമില്ലാതെ ഞാൻ നോക്കിക്കോളാം. എന്നാ ചേച്ചി പോട്ടെ. ശരി ചേച്ചി. അല്ലോ മാഡം, എന്ത് നീ ഇങ്ങനെ? ഇനി മുതൽ നീ എന്നെ ചേച്ചിന്ന് വിളിച്ചാ മതി കേട്ടോ. മതി, ഇത്രയും മതി. ഇനി ഞാൻ കാണിച്ചു തരാടി. എന്നാ മോള് ചെന്ന് കിടക്ക്. ചേച്ചിക്ക് ഒരുപാട് പറയാനുണ്ട്. അത് നാളെ ആവട്ടെ. ഗുഡ് നൈറ്റ്. ചെല്ല്. നന്നായിരുന്നു. അഭിനയവും ഡയലോഗ് ഡെലിവറിയും ഒക്കെ മികച്ചതായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം,